ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാനേ ഈ വീഡിയോ എടുത്തിട്ട് കുറേ ദിവസമായിട്ടോ. അതേ, ഇടാൻ സമയം കിട്ടിയില്ല. നമുക്ക് ന്യൂ ഇയർ, ക്രിസ്മസ് അങ്ങനെ ഓരോരോ പരിപാടികളായിപ്പോയി. അതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടിയില്ലായിരുന്നു ഇടാൻ. അപ്പം ഞാൻ ഈ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ ചെടികൾക്കും ആന്തൂറിയം, ഓർക്കിഡ്, ബോഗൻവില്ല അതിനൊക്കെ വളമായിട്ട് ഉപയോഗിക്കുന്ന ജൈവവളമാണേ. ഈ ജൈവവളം നമുക്ക് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ബിന്ന് കിട്ടത്തില്ലേ? ആ ബിന്നിനകത്ത് ഉണ്ടാക്കിയത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ വളമാണേ. അപ്പോൾ അതിനകത്ത് നമ്മൾ ഫുഡ് വേസ്റ്റ് ഇടും, അതിൻ്റെ കുറച്ച് ഫുഡ് വേസ്റ്റ് ഇടും, അതിൻ്റെ മുകളിലായിട്ട് ഇനാക്കുല ഇടും, പിന്നെ ഫുഡ് വേസ്റ്റ് ഇടും, ഇനാക്കുല ഇടും, അങ്ങനെ ഉണ്ടാക്കിയ വളമാണ്. ആ വളം നല്ലൊരു വളമാണ്. നമുക്കത് ചെടികൾക്ക് നിറയെ പൂ വരും. അതുപോലെ തന്നെ പച്ചക്കറിക്കൊക്കെ ഇടുവാണെന്നുണ്ടെങ്കിലും പച്ചക്കറിയൊക്കെ പെട്ടെന്ന് കായും പൂവൊക്കെ വരാൻ പറ്റും. നല്ലൊരു വളമാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഫുഡൊന്നും വേസ്റ്റ് ആക്കാതെ ഇതുപോലെ ഒന്ന് ഉപയോഗിച്ച് നോക്കണേ. അപ്പം നമുക്ക് അത് നല്ല പ്രയോജനമായിട്ട് കിട്ടും. അപ്പോൾ അത് ഞാൻ നമ്മുടെ ആന്തൂറിയത്തിനും ഇട്ടതാണേ വളമായിട്ട്. അപ്പോൾ അതിന് കുറേ ചകിരിച്ചോറ് വീട്ടിലുണ്ടായിരുന്നു. ഞാൻ ആ ചകിരിച്ചോറെടുത്ത് ചട്ടിയുടെ 4 സൈഡിലും വെച്ചു. അതിനുശേഷം അതിൻ്റെ അടിയിലും കുറച്ച് വളം ഇട്ടു. ആ വളത്തിൻ്റെ കൂടെ ഞാൻ കുറേ മണലും ഒക്കെ കുറേ കൂടെ ചേർത്തായിരുന്നു. കാരണം കുറച്ച് ഞാൻ ആ വളം ഒന്ന് ഡൈലൂട്ടാക്കാൻ വേണ്ടി കുറച്ച് മണ്ണും ഒക്കെ അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടെ ചേർത്ത് ആ വളം അടിയിൽ ചകിരിച്ചോറും വെച്ചു, മുകളിലും കുറച്ച് വളമൊക്കെ ഇട്ട് ആന്തൂറിയം നല്ല വൃത്തിയാക്കി വളമിട്ടു. പിന്നെ ബോഗൻവില്ലയ്ക്ക് വളമിട്ടു. അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ഞാൻ ഈ വളം ഇടുന്നതിൻ്റെ ആ സന്തോഷത്തിൽ ചെടികൾക്കൊക്കെ ഇങ്ങനെ വളമൊക്കെ ഇട്ട് ലാസ്റ്റ് ആയപ്പോഴാണ് ഓർത്ത്, അയ്യോ ഞാൻ അതിൻ്റെയൊന്നും വീഡിയോ എടുക്കാൻ വിട്ടുപോയല്ലോ എന്ന് കേട്ടോ. അതുകൊണ്ട് അതിൻ്റെയൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ കുറച്ച് വീഡിയോ ആയിട്ടുള്ളൂ കേട്ടോ. ഞാൻ ഇനി അടുത്ത വളമിടുന്നതിൻ്റെയും പൂവിൻ്റെയും ആന്തൂറിയവും പിന്നെ അതുപോലെ തന്നെ ബോഗൻവില്ല പൂവായിട്ട് നിൽക്കുന്നതിൻ്റെ എല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ ആ വീഡിയോ കാണാം. ഞാൻ വളമിട്ട് നല്ല പൂവായിട്ടുണ്ട്.